നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8086 ആർക്കിടെക്ചറാണ്. 8086 ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ബിറ്റ് മൈക്രോ പ്രോസസ്സറിനെയാണ് 8086 എന്ന് പറയുന്നത്. 8085 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അത് 8 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് 16 ബിറ്റ് 8086 മൈക്രോ പ്രോസസ്സറിനെ 16 ബിറ്റ് എന്ന് പറയാനുള്ള കാരണം, ഈ 8086 മൈക്രോ പ്രോസസ്സറിൽ 16 ബിറ്റ് ALU കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, 16 ബിറ്റ് രജിസ്റ്റേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, സെഗ്മെൻറ്റ് മെമ്മറി ഒക്കെ 16 ബിറ്റാണ്. ഇപ്പോൾ 16 ബിറ്റ് ALU കൺസിസ്റ്റ് ചെയ്യുന്ന മൈക്രോ പ്രോസസ്സറാണ് 8086 മൈക്രോ പ്രോസസ്സർ. 8086 മൈക്രോ പ്രോസസ്സറിന് റിച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ആണ് ഉള്ളത്. അതേപോലെ ഇതിൻ്റെ ഇൻട്രപ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഇൻട്രപ്റ്റ് സ്ട്രക്ചർ ഇതിന് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇത് പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർലാപ്പിംഗ് ഓഫ് മെനി ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷനെയാണ്, അതായത് ഓവർലാപ്പ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓവർലാപ്ഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഓവർലാപ്ഡ് എക്സിക്യൂഷൻ ഓഫ് മെനി ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 8086 മൈക്രോ പ്രോസസ്സറിന് റിച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പവർഫുള്ളായിട്ടുള്ള ഇൻട്രപ്റ്റ് സ്ട്രക്ചർ ഉണ്ട്, പിന്നെ ഇറ്റ് ഹാസ് ഓൾസോ പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ 8086 മൈക്രോ പ്രോസസ്സറിനെ ടോട്ടലി രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 8086 മൈക്രോ പ്രോസസ്സർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് BIU, അതായത് ഇത് ഇൻറ്റേർണലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് BLU ആണ്, രണ്ട് എക്സിക്യൂഷൻ യൂണിറ്റാണ്. ക്ലിയർ അല്ലേ? പിന്നെ BIU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിനെയാണ് BIU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BIU ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻസ്, അതായത് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നത് BIUവിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. BIUവിൻ്റെ BIU മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷന് ഫെച്ച് ചെയ്യുക. അതേപോലെ ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിൽ നിന്നും ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡിൽ നിന്നും എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്, BIUയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, BIUയുടെ ഡ്യൂട്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ BIU ഇൻപുട്ട് IO ഇൻസ്ട്രക്ഷൻസിന് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ നിന്നും മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഇൻസ്ട്രക്ഷൻസ്, അതായത് ഡാറ്റനെ റീഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഡാറ്റനെ എങ്ങോട്ട് റൈറ്റ് ചെയ്യുന്നുണ്ട്, മെമ്മറിയിലോട്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിലേക്കും റൈറ്റ് ചെയ്യുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്, 8086 മൈക്രോ പ്രോസസ്സറിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം 8086 മൈക്രോ പ്രോസസ്സർ ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് സെപ്പറേറ്റ് ഫങ്ഷണൽ യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് BIU, രണ്ട് എക്സിക്യൂഷൻ യൂണിറ്റ്. BIU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറിയിൽ നിന്നും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ നിന്നും ഏത് വഴിയാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്, ഈ BIU യൂസ് ചെയ്തിട്ടാണ്. BIU ഫെച്ച് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തിട്ട് BIU വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ റീഡ് ചെയ്യുന്നതും അതേപോലെ ഡാറ്റ റൈറ്റ് ചെയ്യുന്നതും. അപ്പം ഇതാണ് BIUവിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയല്ലോ. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു BIU ഉണ്ട്, എക്സിക്യൂഷൻ യൂണിറ്റും ഉണ്ട്. BIUവിൻ്റെ വേറൊരു പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BIU എന്ത് പറഞ്ഞിട്ട് ഫിസിക്കൽ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്, BIU ആണ് ഫിസിക്കൽ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മെമ്മറി എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്മറിയിൽ ഒരുപാട്
നമ്മൾ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സ് ഒരുപാട് രജിസ്റ്റേഴ്സ് നമ്മൾ 8085 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BAU എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഏത് യൂസ് ചെയ്തിട്ടാണ്, BAU യൂസ് ചെയ്തിട്ടാണ്. അപ്പം എന്താണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്? നമ്മുടെ മെമ്മറി ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ അഡ്രസ്സ്. നമ്മളെ മെമ്മറിനെ ഒരുപാട് സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെഗ്മെൻറ്റിൻ്റെ അഡ്രസ്സും എവിടെയാണ് ഉള്ളത്, സെഗ്മെൻറ്റ് രജിസ്റ്ററിലാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ എന്തുണ്ട്, ഒരുപാട് എല്ലാ സെഗ്മെൻറ്റ്സ് മെമ്മറീനെ ഒരുപാട് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കിനെ പറയുന്ന പേരാണ് സെഗ്മെൻറ്റ്സ്. ഓരോ സെഗ്മെൻറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, സെഗ്മെൻറ്റ്സിനും എന്തുണ്ടാവും, ബേസ് അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അതേപോലെ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഏത് വഴിയാണ്? ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് പോയിൻ്ററിനെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇൻസ്ട്രക്ഷൻ ക്യൂവിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്? 8086 മൈക്രോ പ്രോസസ്സറിലെ BIU എന്ന് പറയുന്ന ഈ ഒരു സെപ്പറേറ്റ് യൂണിറ്റാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ എക്സിക്യൂഷൻ യൂണിറ്റ്. അപ്പോൾ BIU കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് ആരാണ്? എക്സിക്യൂഷൻ യൂണിറ്റാണ്. എക്സിക്യൂഷൻ യൂണിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ആരെ ഫെച്ച് ചെയ്തിട്ടുണ്ട്, BIU ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യാണ്, എക്സിക്യൂഷൻ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഹാവ് ബീൻ ഓൾറെഡി ഫെച്ച്ഡ് ബൈ ദ BIU ഫെച്ച് ചെയ്തിട്ടുള്ള ആ ഇൻസ്ട്രക്ഷനെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആരാണ്? എക്സിക്യൂഷൻ യൂണിറ്റാണ്. അപ്പോൾ ദ എക്സിക്യൂഷൻ യൂണിറ്റ് എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ, അതായത് ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് ആണ് എന്ത്, എക്സിക്യൂഷൻ യൂണിറ്റ്. അപ്പോൾ ഓൾറെഡി BIU ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് എക്സിക്യൂഷൻ യൂണിറ്റ്. അപ്പോൾ BIUയും ഈ എക്സിക്യൂഷൻ യൂണിറ്റും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ ഓൾറെഡി തൊട്ട മേലെ പറഞ്ഞു BIU എന്തൊക്കെ സർക്യൂട്ടുകളാണ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിലൊന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ, എന്താണ്, ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഗ്രൂപ്പ് ഓഫ് രജിസ്റ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയും. ഇൻസ്ട്രക്ഷൻ ക്യൂ ഈസ് എ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഗ്രൂപ്പ് ഓഫ് രജിസ്റ്റേഴ്സിനെയാണ് ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയുന്നത്. സൈസ് ഓഫ് ക്യൂ ഈസ് എ 6 ബൈറ്റ്. 6 ബൈറ്റാണ് ഇൻസ്ട്രക്ഷൻ ക്യൂവിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ക്യൂവിൻ്റെ സൈസ് എത്ര ബൈറ്റാണ്? 6 ബൈറ്റാണ് ഇൻസ്ട്രക്ഷൻ ക്യൂവിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസിനെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് മെമ്മറിയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫെച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ? ആരെ എക്സിക്യൂട്ട് ചെയ്യുന്നത്? എക്സിക്യൂഷൻ യൂണിറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇൻസ്ട്രക്ഷൻ ക്യൂവിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം എന്താണ്, ബസ് ഇൻ്റർഫേസ് ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യുന്ന ക്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ നിന്നും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ യൂണിറ്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ദ എക്സിക്യൂഷൻ യൂണിറ്റ് ഫെച്ചസ് ഇൻസ്ട്രക്ഷൻ കോഡ് ഫ്രം ദ ക്യൂ. എന്നിട്ട് ഈ എക്സിക്യൂഷൻ യൂണിറ്റ് എന്ത് ചെയ്യും, ഈ ക്യൂവിൽ നിന്നും ഓരോ ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ എന്ത് ചെയ്യും, എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് മെമ്മറിയിൽ നിന്നും ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്യും. എന്നിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്നോ റീഡ് ചെയ്തിട്ട് ആ ഇൻസ്ട്രക്ഷനെ എവിടെ സ്റ്റോർ ചെയ്യും, ഇൻസ്ട്രക്ഷൻ ക്യൂ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അതിൽ നിന്നും എക്സിക്യൂഷൻ യൂണിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, അത് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ എക്സിക്യൂഷൻ യൂണിറ്റും ബസ് ഇൻ്റർഫേസ് യൂണിറ്റും എന്താണ്, പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
അതായത് എസ്റ്റാബ്ലിഷിംഗ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എക്സ്റ്റേണൽ ഡിവൈസ് ആൻഡ് പെരിഫറൽ ഡിവൈസസ് ഇൻക്ലൂഡിങ് മെമ്മറി ബൈ ബസ്. അപ്പോൾ ബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു കണക്ഷനാണ് അല്ലേ, വയേർഡ് കണക്ഷനാണ് ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബസ് പ്രൊവൈഡ് ചെയ്യുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഇവർക്കൊക്കെ പരസ്പരം ഡാറ്റ കമ്മ്യൂണിക്കേഷൻസ് എക്സാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഇടയിൽ എന്ത് വേണം? മെമ്മറിൻ്റെ ഇടയിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ ഇടയിലൊക്കെ ആവശ്യമുണ്ട്? ബസ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബസ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഒരു തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആരാണ്? ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു നേരത്തെ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? BI ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയാം മൈക്രോ പ്രൊസസ്സറുടെ 16 ബിറ്റ് അഡ്രസ്സാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ബിറ്റാണ്. 8086 എന്താണ് ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ബിറ്റാണ് അഡ്രസ്സ്. അപ്പോൾ കംപ്ലീറ്റ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 20 ബിറ്റ് ലോങ് ആണ്. അപ്പോൾ ഇവിടെ ഇത് ജനറേറ്റ് ചെയ്യുന്നത് സെഗ്മെൻറ്റ് ആൻഡ് ഓഫ്സെറ്റ് രജിസ്റ്റർ, സെഗ്മെൻറ്റ് രജിസ്റ്ററും ഓഫ്സെറ്റ് രജിസ്റ്ററും കൂടി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈച്ച് 16 ബിറ്റ് ദ കണ്ടൻറ്റ് ഓഫ് സെഗ്മെൻറ്റ് രജിസ്റ്റർ ഇസ് കാൾഡ് സെഗ്മെൻറ്റ്. ഓരോ സെഗ്മെൻറ്റും നമ്മുടെ മെയിൻ മെമ്മറീനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെഗ്മെൻറ്റിൻ്റെയും അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സ് നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? സെഗ്മെൻറ്റ് അഡ്രസ്സും ഓഫ്സെറ്റ് രജിസ്റ്ററിൻ്റെ അഡ്രസ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്ന. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി മെമ്മറി ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെമ്മറിയിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിനെയാണ് എന്ത് പറയുന്നത്? ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 100 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഒരു ഡാറ്റ ഉണ്ടെന്ന് വെക്കുക. ആ ലൊക്കേഷനിൽ പോകുമ്പം ആ ലൊക്കേഷനിലുള്ള അഡ്രസ്സ്, ആ ഡാറ്റ കൺസിസ്റ്റ് ചെയ്യുന്ന അഡ്രസ്സിനാണ് എന്ത് പറയുന്നത്? ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെഗ്മെൻറ്റ് അഡ്രസ്സിനെ എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് 4 ടൈംസ് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെ ഓഫ്സെറ്റ് അഡ്രസ്സിനെ എന്ത് ചെയ്യും? ഓഫ്സെറ്റ് അഡ്രസ്സ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. നോക്കൂ, സെഗ്മെൻറ്റ് അഡ്രസ്സ് ഇതാണ് നോക്കുക, 1005H. H മീൻസ് ഹെക്സാഡെസിമൽ. അതാണ് സെഗ്മെൻറ്റ് അഡ്രസ്സ്. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 555H ആണെന്ന് നോക്കുക. അപ്പോൾ സെഗ്മെൻറ്റ് അഡ്രസ്സിൻ്റെ ബൈനറി എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. സെഗ്മെൻറ്റ് അഡ്രസ്സിൻ്റെ ബൈനറി കാൽക്കുലേറ്റ് ചെയ്തു. അതിന് ശേഷം ഇത് നോക്കൂ, ഇത് എത്ര ബിറ്റാണ്? ഇത് നിപ്പിൾസായിട്ട് 4 ബിറ്റിൻ്റെ ഓരോ നിപ്പിൾസായിട്ടാണ് ഇതിൻ്റെ ബൈനറി. 1005ൻ്റെ ബൈനറിയാണ് എന്ത്? ബൈനറിയാണ് 001 00101. അപ്പോൾ ഈ ബൈനറിയിലുള്ള ഈ വാല്യൂവിനെ എന്ത് ചെയ്തു? ഈ വാല്യൂൻ്റെ ബൈനറിയിൽ കണ്ടു. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? 4 തവണ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ലാസ്റ്റിൽ എന്ത് ചെയ്തു? 4 0 എന്ത് ചെയ്തു? ആഡ് ചെയ്തു. 4 0 ആഡ് ചെയ്തുമ്പോൾ ഇത് എന്ത് ചെയ്തു? 4 തവണ റൈറ്റിൽ 4 0 ആഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഓരോ ബിറ്റും എന്ത് ചെയ്തു? ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ ആയോ? എന്നിട്ട് ഓഫ്സെറ്റ് അഡ്രസ്സ് എന്താണ്? ഓഫ്സെറ്റ് അഡ്രസ്സാണ് 45 ആണ്. അപ്പോൾ 45ൻ്റെ ബൈനറി നമ്മൾ എന്ത് ചെയ്തു? ബൈനറി ചെയ്തു. എന്നിട്ട് ഈ ബൈനറിയും ഈ 45ൻ്റെ 555H എന്ന് പറയുന്നതിൻ്റെ ഈ ബൈനറി വാല്യൂയും ഈ 4 തവണ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റ് അഡ്രസ്സിൻ്റെ ബൈനറിയും കൂടി എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫിസിക്കൽ അഡ്രസ്സ് കിട്ടി. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി മെമ്മറി ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത് ഇതാണ് നമ്മുടെ മെമ്മറിയിൽ 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്, BIUവിൽ 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മെമ്മറിയാണ്. ഈ മെമ്മറീനെ ഞാൻ നേരത്തെ പറഞ്ഞു, മെമ്മറീനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ മെമ്മറീനെയും എന്ത് ചെയ്തിട്ടുണ്ട്? സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ്
ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സാണിത്. എക്സ്ട്രാ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, കോഡ് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ മെമ്മറിയിലും എന്തുണ്ട്, ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ 1000, 2000, 20,000 H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ സെഗ്മെൻറ്റിൽ എന്താണ്, അതിൻ്റെ ബേസ് അഡ്രസ്സാണ് 20,000 H. കോഡ് സെഗ്മെൻറ്റിൻ്റെ ഇതെന്താണ്, കോഡ് സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് എന്താണ്, 30,000 H. സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ എന്താണ്, SS 50,000 H. എക്സ്ട്രാ സെഗ്മെൻറ്റിൻ്റെ എന്താണ്, 70,000 H. അപ്പോൾ 64 KB ആയിട്ട് ഓരോ മെമ്മറിനെ ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സെഗ്മെൻറ്റ്സിനും എന്തുണ്ട്, ഓരോ ബേസ് അഡ്രസ്സ് ഉണ്ട്. ഈ ബേസ് അഡ്രസ്സ് എങ്ങനെയുള്ളത്, ഈ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിലാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഡാറ്റ സെഗ്മെൻറ്റിൻ്റെത് നമ്മൾ പറഞ്ഞു ബേസ് അഡ്രസ്സ് 20,000 ആണ്. അപ്പോൾ നോക്കൂ, ഈ ഡാറ്റ സെഗ്മെൻറ്റിൽ നിന്ന് ഈ 20,000 ആണ് ഡാറ്റ സെഗ്മെൻറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയുള്ളത്, ബേസ് BIUൻ്റെ സെഗ്മെൻറ്റ് രജിസ്റ്ററിലാണ് ഈ ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻസിൻ്റെ ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെത് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, 50,000 ഇവിടെ എന്തുണ്ട്, സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 50,000 സ്റ്റാക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കോഡ് സെഗ്മെൻറ്റ് 30,000 എവിടെ ഉണ്ട്, സ്റ്റാക്കിലുണ്ട് അല്ലേ, നമ്മളെ മെമ്മറിയിലുണ്ട്. ഈ മെമ്മറിയിലുള്ള ഈ മെമ്മറിൻ്റെ അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ സെഗ്മെൻറ്റ് എന്താണ്, ES 70,000 ആണ്. 70,000ൻ്റെ എന്താണ്, എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സായിട്ട് 70,000 അവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതെവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഈ എക്സ്ട്രാ സെഗ്മെൻറ്റിൻ്റെ BIUൻ്റെ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ട്. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ മെമ്മറിയിൽ നിന്നും ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് BIUൻ്റെ ഡ്യൂട്ടി ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മെമ്മറിയിൽ നിന്നൊക്കെ മെമ്മറിയിൽ നിന്നും ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്നൊക്കെ ഡാറ്റനെ ഫെച്ച് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ സ്റ്റോർ ചെയ്യുക. ഇൻസ്ട്രക്ഷൻസ് ക്യൂവിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റനെ എക്സിക്യൂഷൻ യൂണിറ്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേഷൻസൊക്കെ അച്ചീവ് ചെയ്യുന്നത് ആരാണ്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ നിന്നാണ്. അപ്പോൾ അതിന് എന്തുണ്ടാവും, സെഗ്മെൻറ്റ് രജിസ്റ്ററിലുണ്ട്. ഓരോ സെഗ്മെൻറ്റ് രജിസ്റ്ററും മെമ്മറിയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഒരു 8086ൻ്റെ ഓവറോൾ ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ നാളെ 8086 മൈക്രോ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.